അല്ലാതെ എന്നൊന്നാവൂല. ഞാനില്ല പാറുകുട്ടിയെ, നീ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും പാടാൻ തീരുമാനിച്ചു. കുക്കു കുക്കും തീവണ്ടി കോകിപ്പായും തീവണ്ടി. പിന്നെ ഞാനായിട്ട് എന്തിനാ നിർത്തണേ, ഞാനും കൂടി തുടങ്ങാലോ. കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി, രാപ്പകലോടും തീവണ്ടി, തളർന്നു നിൽക്കും തീവണ്ടി, വെയിലത്തോടും തീവണ്ടി, മഴയത്തോടും തീവണ്ടി, വേഗം പായും തീവണ്ടി. ഇത് പഠിച്ചോ നീ? ഇതെന്താ പൊട്ടിയിട്ട പോലെ ചിരി വെക്കണത്? രണ്ടെണ്ണത്തിന്റെ അഭിനയം കണ്ടോ? ഇനിയിപ്പോ കൊൽക്ക ടീച്ചറെ ഞാനാണെങ്കിലും വിചാരിക്കോ, അവരുടെ ഐഡി തന്നെ ഇറക്കാം, ഉറങ്ങിയ പോലെ കിടക്കാം. അല്ലെങ്കിൽ ആ ചിരിച്ചത് ഞാനാണെന്ന് വിചാരിക്കും കൊൽക്ക ടീച്ചറെ. എല്ലാ ചീത്തന്മാരും ഉറങ്ങാണല്ലോ, പിന്നെ പാര ഇന്റെ ഉറക്കം കളയാനായിട്ട് ചിരിച്ചത്. ഇനിയിപ്പോ ഞാൻ സ്വപ്നത്തെ കണ്ടതാണോ? ആ, ചിലപ്പോ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും. അല്ല, ആ നത്തെന്താ ഇങ്ങോട്ടെന്നെ നോക്കി കുത്തിരിക്കണത്? ഇനിയിപ്പോ ആ നത്തെങ്ങാനും ചെയ്തതാണോ അങ്ങനെ? ആ പെമ്പറന്നോളെന്താ ഇന്നെ തന്നെ നോക്കിയിരിക്കണത്? അത് ശരി, ഇന്നെ നോക്കി കൂത്തിരുന്നിട്ട് ഇപ്പൊ ഞാനാ അങ്ങോട്ട് നോക്കണെന്നോ? അതിനിപ്പോ എവിടെയാ അവിടെ പെണ്ണുങ്ങള്? ഇതാണപ്പൊ പെണ്ണ്, ഇതിന് തള്ളാന്നല്ലേ പറയാ? അതിനോട് വർത്താനം പറയുന്ന ഇച്ചും കൂടി ഇപ്പൊ പ്രാന്ത് പിടിച്ചു. ഇന്റെ കണ്ണ് പിന്നെ എങ്ങട്ടാക്കേണ്ടത്? ഇങ്ങട്ടാക്കാലും കുറ്റം, അങ്ങട്ടാക്കാലും കുറ്റം. ഇവിടുന്ന് വരുന്നതാ പെമ്പറന്നോളെ ഇജ്ജൊക്കെ. എന്ത് പറ്റിയതാ മോളെ? പാറുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പാറു, അവൾ നല്ല ഉറക്കാണല്ലോ. പറ്റിക്കേ? ആഹാ, അപ്പൊ കള്ളി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? പാറു മാത്രല്ല, ഇപ്പഴത്തേക്ക് നോക്ക്, ഞാനും ഉറങ്ങിയിട്ടില്ല. ചക്കി, എന്ത് പറ്റി? അതൊക്കെയുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പാറു എന്റെ കൂടെ ഒന്ന് വരുമോ? എവിടേക്കാ? നീലുമ്മ അറിഞ്ഞാലേ വഴക്ക് പറയും. ദൂരേക്കൊന്നും പോവില്ല ഞങ്ങള്, ഇവിടെ അടുത്ത് തന്നെ നിൽക്കാം. സൂക്ഷിക്കണം. മുത്തേ, പാറു, നീ എന്താ ഇവിടെ? മുത്തേ, പാറ, എന്താ ഉണ്ടായി? ഞാൻ പറഞ്ഞു തരാം പാറു. ചക്കി, പാറ ചക്കി, എന്താ മുത്തിന് പറ്റിയത്? മുത്ത എന്തിനാ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? അത് ആ മണിക്കുട്ടിയുടെ പണിയാ. എന്താ എന്താ അവൾ ചെയ്തത്? പാറു, അവര് രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നത് കേട്ടിട്ടാ ഞാൻ പാറുവിനെ വിളിക്കാൻ വന്നത്. എനിക്ക് ഒറ്റയ്ക്ക് അവരുടെ അടുത്ത് പോവാൻ പേടിയാ. അവരാണെങ്കിൽ എന്നെ കൂടെ അതിൽ കൂട്ടും. ചക്കി, സത്യ പാർക്കുട്ടി, അവര് വന്നിട്ട് ഇവിടെ പൂട്ടിയിട്ടതാ. അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കേട്ടതാ. നീ അവരുടെ പ്ലാൻ അറിഞ്ഞതുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു, അല്ലായിരുന്നെങ്കിലോ? ശരിയാ, പാവം മുത്ത്. മുത്തേ, നീ വിഷമിക്കണ്ട, ഇതിനുള്ള പണി അവർക്ക് കൊടുത്തിരിക്കും നമ്മള്. വേണ്ട വേണ്ട പാറു, വേണ്ട, അവൾക്ക് പണിയൊന്നും കൊടുക്കണ്ട. നീ അതൊന്നും പറഞ്ഞ ഞാൻ കേൾക്കൂല മുത്തേ. അതല്ല പാർക്കുട്ടി, അവൾക്ക് എന്നോട് സ്നേഹമില്ലെങ്കിലും എനിക്ക് അവൾ എന്റെ കൂടപ്പിറപ്പ് തന്നെയല്ലേ. ആ, ഒരു കൂടപ്പിറപ്പ്. നിനക്ക് അവളെ കൂടപ്പിറപ്പാവും, പക്ഷേ അവള് എന്റെ കൂട്ടുകാരിയുടെ ശത്രുവാ. എന്തിനാ അവര് എപ്പോഴും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ അവർക്ക് ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ പാർക്കുട്ടി.
പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. അമ്മ വല്ലതും തരണേ. ഇന്ത്യത്തൊന്നുമില്ല എനിക്ക് തരാനായിട്ട്. കള്ള ഹിമാലയ വേസ്റ്റ് കെട്ടി ഇങ്ങോട്ട് വന്നോളൂ. അമ്മാ വല്ലതും തരണേ, അമ്മാ വല്ലതും തരണേ പറഞ്ഞിട്ട്. അന്റെക്ക് വിചാരെന്താ ഞങ്ങളൊക്കെ മരം പിടിച്ച് കുലുക്കണ പണിയാണ് എടുക്കണെന്നാ? എന്തൊരു കണ്ണിച്ചോരില്ലാത്ത മനസ്സത്തിയാണത്. ഒരു പിച്ചക്കാരനെയും വെറുതെ വിടൂലെന്ന് വെച്ചാല്. അമ്മ ഭിക്ഷ കൊടമ്മ. ഇന്ത്യത്തൊന്നുമില്ല, പൊയ്ക്കോ. എന്തിനാ അമ്മ ഇങ്ങനെ വരുന്നവരോടും പോണവരോടും ഒക്കെ വെക്കാനിരിക്കണത് നിങ്ങള്? ഓ തുടങ്ങി ഓരോ പ്രസംഗം. ഇക്കവിടെ മുണ്ടാതെ കുത്തിരുന്നോ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. താലിരിക്കുമ്പോഴേ വാലാടരുത്. ഇങ്ങോട്ട് നോക്കിയിരുന്നിട്ട് ഒരു കാര്യല്ല. അമ്മ ഏതാവത് കൊടമ്മ. നിന്നെ പോലെയുള്ളവരെ ഇവിടെ ഉണ്ടാവാനേ പാടില്ല. ഇതാ പിടിച്ചോ. അണ്ണാ നന്ദി, അണ്ണാ നന്ദി. എന്ത് മന്ത്രിയാ? കണ്ടില്ലേ, ഈ അണ്ണനെ കണ്ട് പഠിക്ക്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. എന്തിനാ ഞാൻ ആ പൊട്ടനെ കണ്ടിട്ട് പഠിക്കണേ? ഉന്റെ അമ്മ അങ്ങനൊന്നും മിണ്ടാതിരിക്കണുണ്ടോ? പൈസ ഒന്നും തരൂല, പിന്നെ തരുന്നവരെ കുറ്റവും പറയണോ? അവിടുന്ന് അങ്ങട് നീച്ചോടിപ്പോയി പാനിരിക്കട വല്ല പണിക്കും പോയി ജീവിച്ചേ. ഇമ്മ എന്റെ എത്ര 5 ഉറുപ്പിണ്ട്, അത് കൊടുത്താലോ? ആ 5 ഉറുപ്പിയുണ്ട് എനിക്ക് ഞാൻ അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോഴേ കടലമിഠായി വാങ്ങിത്തരണ്ടേ. ഒന്നും വിചാരിച്ചരുത്, ഇമ്മാന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഇമ്മക്ക് ദേഷ്യം വന്നാലേ എന്താ പറയുന്ന അറിയില്ല. അത് നല്ല തല്ല് കിട്ടാത്ത കേടാ. എന്ത്? ഏയ് ഒന്നുമില്ലാന്ന് പറയുന്നു ഞാനേ. ഹലോ നീ പെണ്ണേ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? മമ്മി അവള് ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് എങ്ങോട്ടോ പോയി. എടി കഴുതി, ഞാൻ നിന്നെ എന്തിനാടി അവരുടെ കൂടെ വിട്ടത്? മമ്മി ഞങ്ങൾ കുറെ പറഞ്ഞതാ ഞങ്ങളെ വിട്ടിട്ട് പോണ്ട, ഞങ്ങൾക്ക് പേടിയാണെന്ന്. എന്തിനാ എന്തിനാ മണിക്കുട്ടി നീ ഇങ്ങനെ കള്ളം പറയുന്നേ? ആരാടി കള്ളം പറയുന്നത്? പറ, നീ കള്ളം പറഞ്ഞിട്ട് അവള് കള്ളം പറഞ്ഞെന്ന് പറയുന്നോ? അല്ല ചെറിയമ്മേ, സത്യമായിട്ടും ഞാൻ പറയുന്നതാ ശരി. നീ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. തെറ്റ് ചെയ്തത് കൊണ്ട് നീ മിണ്ടാതെ നിൽക്കുന്നു. അല്ല ചെറിയമ്മേ, അവരെന്നെ അവിടെ ബാത്റൂമില് ഇട്ട് പൂട്ടി പോന്നു. ഓ മൈ ഗോഡ്. മമ്മി ആന്റി ഇവള് കള്ളം പറയാന്റി. അല്ല ചെറിയമ്മേ, ഞാൻ പറഞ്ഞത് സത്യാ. നീ പിന്നെ വാ പൊളിക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും അല്ലേ? ആ കൊച്ച് അവൾ എന്താ പറയുന്നതെന്നെങ്കിലും നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാദ്യം. എന്നിട്ട് തീരുമാനിക്ക് അവള് കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന്. വേണ്ട, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതവള് എന്റെ മക്കളെ കുറിച്ച് ഇന്നും ഇന്നലെയും പറച്ചിൽ തുടങ്ങിയതല്ല. മണിക്കുട്ടി ശരിക്കും ഏറ്റു. ചെറിയമ്മേ എന്നെ ഒന്ന് വിശ്വസിക്ക് ചെറിയമ്മേ, ഞാൻ അങ്ങനെ ചെയ്യോ? നീ അങ്ങനെയൊന്നും ചെയ്യില്ല. വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ, തരുന്നുണ്ട് ഞാൻ.